ചെടിയൊക്കെ അടുക്കി പെറുക്കി വെച്ചേക്കണമുണ്ട്. ചെടിത്തോട്ടത്തിലൂടെ ഇന്നൊരു കുർത്ത ഷോ. വയലറ്റ് ഫ്ലോറൽ പ്രിന്റ് കോളർ നെക്ക് കുർത്ത 400 സംതിങ് ആണ് റേറ്റ്. കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എൻ്റെ ഈ പട്ടി ഷോ പട്ടിക്ക് പോലും പിടിക്കുന്നില്ല. വട്ടം വന്ന് കിടന്ന് പ്രതിഷേധിക്കും. ഇതും കൂടി ഉള്ളു ഇനി ഈ വർഷം ഇല്ലെന്ന് ഞാൻ കാലുകൊണ്ട് തൊഴുതു പറഞ്ഞപ്പോൾ ആളങ്ങ് പോയി കേട്ടോ. ഈ ക്രിസ്മസ് സീസൺ വരുമ്പോഴത്തേക്ക് ഉപയോഗിക്കാനായിട്ട് പല വർഷങ്ങളിലായിട്ട് വാങ്ങിച്ചു വെച്ച് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഈ കർട്ടൻസും ടേബിൾ ഷീറ്റും ടേബിൾ മാറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. ഈ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ചിക്കൂസിന്ന് വാങ്ങിച്ച റെഡ് വൈറ്റ് കട്ടിംഗ് മെറ്റീരിയൽസും ഇരിപ്പുണ്ട്. ഇത് കണ്ടോ, ഇത് കുറേ വർഷങ്ങൾ കൊണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കർട്ടനാണ് കേട്ടോ. ഈ എടുക്കുന്നത് ടേബിൾ ഷീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്. ഇപ്പം എടുക്കുന്ന ഈ സ്ക്വയർ ടൈപ്പ് കുഞ്ഞു പീസുകൾ 2 വർഷം മുമ്പ് ക്രിസ്മസിന് വാങ്ങിച്ചാണ്. അതിന്റെ പ്രൈസ് ടാഗ് പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ക്രിസ്മസ് കഴിഞ്ഞപ്പോഴേ ഉണക്കി മടക്കി അലമാരിയിൽ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഈ കാണിച്ച ഐറ്റംസ് ഒക്കെ ട്രെൻഡ് ഔട്ട് ആയതാണെങ്കിലും എനിക്കിതൊക്കെ ഇതിനോടൊക്കെ എന്തോ ഒരു പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണല്ലോ. എൻ്റെ കുഞ്ഞു വീട്ടിലെ ഡൈനിങ് ഏരിയ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഡ്രോയിങ് റൂമും ലിവിങ് ഏരിയയും എല്ലാം. അപ്പോൾ അവിടെ കിടക്കുന്ന നിലവിൽ ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴുകാനിട്ടിട്ട് ഇപ്പം ഈ കാണിച്ച ഓൾഡ് ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പാതിരാത്രി 11 മണിക്കുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ ഇത്. ഈ പപ്പാഞ്ഞിന് 35 രൂപയ്ക്ക് ഈ വർഷം വാങ്ങിച്ചത്. ഈ ഫ്ലോർ മാറ്റ് 99 രൂപ, അതും ഈ വർഷം വാങ്ങിച്ചത്. പിന്നെ ആ കണ്ണാടി പോലത്തെ സാധനമില്ല, അതെനിക്ക് കഴിഞ്ഞ വർഷം എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ബിനു ടീച്ചർ തന്നാണ്. ഓൾറെഡി അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്തപ്പോഴത്തേക്ക് ക്രീം ആൻഡ് റെഡ്, വൈറ്റ് ആൻഡ് റെഡ്, ഈ ഒരു കളർ തീമിനോട് പരമാവധി ഞാൻ നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ക്രിസ്മസ് റീത്ത് ചെയ്തില്ലല്ലോ എന്ന് ഓർത്തത്. കഴിഞ്ഞ വർഷം ഈസ്റ്ററിന് എംബ്രോയ്ഡറി ഫ്രെയിമിൽ ബട്ടർഫ്ലൈ ഇങ്ങനെ പലയിടത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഒരു റീത്തായിരുന്നു കേട്ടോ. ഒരു നേരം പോക്കിന് ചെയ്ത് വീടിന്റെ ഫ്രണ്ടിലെ ഡോറിൽ തന്നെ തൂക്കിയിട്ടിരുന്നു. ബട്ടർഫ്ലൈനെയൊക്കെ പറിച്ചു കളഞ്ഞിട്ട് ഗാർലൻഡ്സ് വെച്ചൊന്ന് ഡ്രേപ്പ് ചെയ്ത് കൊടുക്കും. എംബ്രോയ്ഡറി ഫ്രെയിമിൽ ഈ ഗാർലൻഡ്സ് ഇങ്ങനെ ഡ്രേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ തുടക്കവും അവസാനവും നമ്മൾ ഗോൾഡൻ സ്ലാഹ കൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കുന്നത് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ പച്ച സാധനം എന്നാണ് വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചതെങ്കിലും ഈ പച്ച സാധനത്തിന് എന്തോ ഒരു പേരുണ്ടെന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് തോന്നിയായിരുന്നു. അങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കാണ് ഇതിന് ഗാർലൻഡ്സ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായി. മലയാളത്തിൽ മാലകൾ എന്നൊക്കെ പറയത്തില്ലേ, അതാണെന്നേ എനിക്കറിയില്ലായിരുന്നടാ. അങ്ങനെ സ്റ്റഡി ചെയ്ത് വന്നപ്പോഴത്തേക്കാണ് ഈ ക്രിസ്മസ് ട്രീയിലും ക്രിസ്മസ് ഡെക്കറേഷൻസിനൊക്കെ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിനും സ്പെസിഫിക് ആയിട്ട് ഓരോ പേരുണ്ട്. ഞാൻ തന്നെ 50 രൂപയുടെ 2 ഫോം ഷീറ്റ് വാങ്ങിച്ചിട്ട് ഫോം ഷീറ്റിൽ ചെയ്തെടുത്ത റെഡ് ഫ്ലവറാണ് കേട്ടോ എൻ്റെ റീത്തിൽ ഞാൻ വെച്ച് കൊടുക്കുന്നത്. 3 ബഞ്ച് സ്മോൾ ബെറീസ് കൂടെ, റെഡ് സ്മോൾ ബെറീസ് കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ സ്ലാഹ ആവശ്യത്തിന് അവിടെ ഇവിടെയൊക്കെ നല്ലപോലെ ടൈറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരു ഫൈൻ ഫിനിഷിങ്ങോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ചോ ഒന്നും റീത്തിൻ്റെ വർക്കിലില്ലെങ്കിലും ആ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ട് എന്തോ ഒരു ഭംഗിയുണ്ടെന്ന് എനിക്ക് എന്നോട് തന്നെ പറയാൻ തോന്നി. ഇനി സ്റ്റാർ ഇടണം, ട്രീ ചെയ്യണം, അങ്ങനെ എന്തെല്ലാം പരിപാടികൾ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.